ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് അമൃതം പൊടി കൊണ്ട് ലഡു ഉണ്ടാക്കിയാലോ. ഇന്ന് നമുക്ക് അമൃതം പൊടി കൊണ്ട് ഒരു ലഡു അല്ലെങ്കിൽ ഉണ്ട ഒക്കെ ഉണ്ടാക്കിയാലോ. അതിന് ഞാൻ ഒരു പാക്കറ്റ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. ഒരു കട്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉരുക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി മാറ്റി വെക്കാം കേട്ടോ. പിന്നെ കശുവണ്ടി ഇങ്ങനെ നുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ കേട്ടോ, മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തൊക്കെ. അമൃതം പൊടി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇതൊന്ന് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലോണം പൊടി നല്ല ചൂടായി വരുമ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ എടുത്തേക്കണ എല്ലാ സാധനങ്ങളും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. തേങ്ങയും പിന്നെ കശുവണ്ടിയും വെക്കാം. അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ ലഡു ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും ഈ ലഡു ഒന്നും ചീത്താവില്ല കേട്ടോ. പിന്നെ ഇതുകൊണ്ട് ലഡു ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം. എത്ര കഴിക്കാത്ത പിള്ളേരാണെങ്കിലും ഇതുപോലെ ലഡുവൊക്കെ ആക്കി കൊടുക്കുമ്പോൾ പിള്ളേരത് കഴിച്ചു പോകും. ഇപ്പോൾ നല്ല മണമൊക്കെ വരണുണ്ട് കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഇറക്കി വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ചൂട് മാറുന്ന വരെ ഗ്യാസ് കത്തിച്ചത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യിൻ്റെ മണമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഈ കശുവണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കാം. കശുവണ്ടി ഇതേപോലെ ഇട്ട് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. നമ്മൾ ലഡുവൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ കശുവണ്ടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെ നിൽക്കും. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെയൊക്കെ ഒന്ന് വെള്ളം ചെറുതായിട്ടൊരു വെള്ളം വറ്റുന്നവരെ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ ഈ അമൃതം പൊടി ചൂടാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യുക. ആ ശർക്കര ഞാൻ പൊടിച്ചിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു നൂൽപ്പരുവോ ഒന്നും ആവണ്ട, ഒന്ന് തിളച്ച് ഇതൊക്കെ ഒന്ന് മെൽറ്റായി, ശർക്കരയില്ലേ അതൊന്ന് മെൽറ്റായി വന്നാൽ മതി. പിന്നെ നമുക്കിതൊന്ന് അരിച്ച് ഒരു കപ്പിലേക്ക് മാറ്റാം കേട്ടോ. ആ തേങ്ങയും കശുവണ്ടിയൊക്കെ വറുത്ത് ഞാൻ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ, അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ചൂടുള്ള കാരണം കൊണ്ട് നമ്മൾ ഇതുകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കൈ കൊണ്ടൊന്നും കുഴച്ചെടുക്കരുത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ചൂട് ആറിയിട്ട് മാത്രമേ കൈ തൊടാൻ പാടുള്ളൂ കേട്ടോ. ശർക്കര ഉരുക്കിയതാണ്, ഒരുപാട് ചൂടുണ്ടാവും, അതുകൊണ്ടാണ് പറയണത്. നമുക്കിനി ഇതൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം. ശർക്കരയൊക്കെ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ അമൃതം പൊടിയിലും മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലോണം ശർക്കര പാനി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ശർക്കര ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. പാനി ഇത് നമുക്ക് ഒരു കുപ്പിയിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ ചൂടുള്ള നല്ലോണം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ സ്പാച്ചില കൊണ്ടാണല്ലോ ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കിനി ഇത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരെണ്ണം ഞാൻ കുറച്ച് കയ്യിൽ വാരി എടുത്തിട്ട് അമർത്തി ഉണ്ട പിടിക്കണ്ട കേട്ടോ. ഇത് കശുവണ്ടിയും ഇതിലിങ്ങനെ നെയ്യിൽ വറുത്തിട്ടപ്പില്ലേ, ആ കശുവണ്ടിയും കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും ആ കശുവണ്ടി കടിക്കാൻ കിട്ടുമ്പോൾ. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ എടുത്തിട്ടുണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തതും ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലെ ചെറിയ മക്കളൊരു 3 വയസ്സ് വരെയൊക്കെ കഴിക്കണ മക്കളാണെങ്കിൽ ഈ അമൃതം പൊടിയൊക്കെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ. കഴിക്കാത്ത മക്കളാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിൽ കഴിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ മക്കളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് അമൃതം പൊടിയാണെന്ന് അവരറിയേയില്ല, ഇത് കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നല്ലൊരു ബെനിഫിറ്റ് അവർക്ക് കിട്ടുകയും ചെയ്യും.
അതുപോലെ ഇങ്ങനെ അധികം ഉണ്ടാക്കി വെച്ച് മക്കൾക്കൊക്കെ വൈകുന്നേരം വരുമ്പോഴും രാവിലെയൊക്കെ കൊടുക്കുമ്പോൾ നല്ലതാണ്. ഇത് അമൃതം പൊടി കൊണ്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.